അതുകൊണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. കുടുംബാംഗങ്ങളുടെ അവസാന പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഭൗതിക ശരീരം ഏതാണ്ട് ട്രക്കിലേക്ക് എല്ലാ സൈനിക ബഹുമതിയോടും കൂടി ട്രക്കിലേക്ക് കയറ്റുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ AICC ഓഫീസിലേക്ക് മാറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അരമണിക്കൂർ നേരം അതിനകത്ത് നിൽക്കാനുള്ളൊരു അവസരം, കുടുംബാംഗങ്ങളോടൊപ്പം ആ പ്രാർത്ഥനയുടെ ഭാഗമായി തീരാൻ ഒരു അവസരമുണ്ടായത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഏതൊക്കെ നേതാക്കളുണ്ടകത്ത്? അവിടെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ എത്തിച്ചേർന്നു. ഉടൻ തന്നെ വിലാപയാത്രയായി ഇവിടെ നിന്നും AICC ഓഫീസിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സംസ്കാരവും അതോടൊപ്പം തന്നെ പിന്നീട് സ്മാരകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് അതിലൊരു പ്രതികരണം? ആ കാര്യത്തിൽ AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ കൃത്യമായി തന്നെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. രാജ്ഘട്ടിൽ തന്നെ അദ്ദേഹത്തിന് സമാധി സ്ഥലം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് സമുചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥലം ലഭ്യമാക്കുമെന്ന് ഗവൺമെൻറ് വിശദീകരണക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ഒരു വിവാദത്തിന് തുനിയേണ്ടതില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 10 വർഷക്കാലം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായും 5 വർഷക്കാലം ധനമന്ത്രിയായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായും നിരവധി മന്ത്രാലയങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നിരവധി മന്ത്രിസഭകളുടെയൊക്കെ ഉപദേശക സമിതി അംഗവുമായി രാജ്യത്തിനായി നിസ്തുലമായ സംഭാവനകൾ നൽകിയ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി എന്ന് അഭിമാനബോധത്തോടുകൂടി അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ ലളിതമായ വിനയപൂർവമായ ഒരു ജീവിതം നയിച്ച അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾക്കതീതമായി അദ്ദേഹത്തിന് ഏറ്റവും നല്ല സെൻഡ് ഓഫ് അല്ലെങ്കിൽ ഏറ്റവും നല്ല യാത്രയപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം.